ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 6, 2024 നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, അടുത്ത ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനായുള്ള മത്സരം സിംഗപ്പൂരിൽ പുരോഗമിച്ചു വരികയാണ്. നിലവിലുള്ള ചാമ്പ്യനായ ചൈനയുടെ ഡെങ് ലിറൈനും ഇന്ത്യയുടെ 18കാരനായ ഗുകേഷും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം 14 ഗെയിമുകളാണ് ഉള്ളത്. ഇതിൽ 9ാമത്തെ ഗെയിം ഇന്നലെ പൂർത്തിയായി. അപ്പോൾ ആ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇപ്പോൾ 2 പേർക്കും 4.5 പോയിൻ്റ് വീതമാണ് ഉള്ളത്. അപ്പോൾ 9ാമത്തെ ഗെയിം അത്ര ആവേശകരമൊന്നും ആയിരുന്നില്ല. 7ാമത്തെയും 8ാമത്തെയും ഗെയിമുകൾ സമനിലയായിരുന്നെങ്കിലും വളരെ രസകരമായിരുന്നു. ഇന്നലെ കറ്റാലൻ ഓപ്പണിംഗ് എന്ന രീതിയാണ് ഗുകേഷ് ഉപയോഗിച്ചത്. വെള്ളക്കരിക്കളുമായി കളിച്ച ഗുകേഷ് ആദ്യം നീക്കിയത് D4 ആണ്. അത് ക്വീനിന് മുമ്പിലുള്ള കാലാണ് 2 കള്ളി മുന്നോട്ട് നീക്കി. അതിന് പകരമായി ചൈനീസ് താരം ചെയ്തത് NF6 ആണ്. നൈറ്റിനെടുത്ത് F6 വെച്ചു. 2ാമത്തെ നീക്കം എന്ന നിലയിൽ ഗുകേഷ് ചെയ്തത് C4 ആണ്. അതായത് ആ C5 കാലാണെടുത്ത് 2 കള്ളി മുന്നോട്ട് വെച്ചു. അപ്പോൾ ചൈനീസ് താരം ചെയ്തത് E6 ആണ്. അതായത് കിങ്ങിന് മുമ്പിലുള്ള കാലാണെടുത്ത് 2 കള്ളി മുന്നോട്ട് വെച്ചു. 2 കള്ളിയിൽ 1 കള്ളി മുന്നോട്ട് വെച്ചു. 3ാമത്തെ നീക്കം എന്നതിൽ ഗുകേഷ് ചെയ്തത് G3 ആണ്. അതായത് G5 പോണിന് 1 കള്ളി മുന്നോട്ട് വെച്ചു. അതിനുശേഷം ചൈനീസ് താരം ബിഷപ്പിനെടുത്ത് B4 വെക്കുകയാണ്. ഇതിങ്ങനെ പോയി ആദ്യത്തെ 13 നീക്കം വരെ 2 പേരും 1 കരിക്കളയും വെട്ടിയില്ല. 13ാമത്തെ നീക്കത്തിന് ശേഷമാണ് ഓരോ കരിക്കളയും വെട്ടിയത്. പക്ഷേ എന്നാലും ഒരു 20 നീക്കമായപ്പോൾ തന്നെ 2 പേർക്കും ഒരേ രീതിയിലുള്ള പൊസിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ 20ാമത്തെ നീക്കത്തിന് ശേഷം തന്നെ ഇന്നലെ സമനില ഉറപ്പായിരുന്നു. പിന്നെ അതങ്ങനെ കുറച്ചുകൂടി നീക്കി പിന്നെ കഴിഞ്ഞ ഒരു സമനിലയ്ക്ക് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലത്തത് വളരെ ഒരു ബോറൻ സമനില എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സമനിലയായിരുന്നു ഇന്നലെ നടന്നത്. ഇപ്പോൾ തുടർച്ചയായി ആദ്യ ഗെയിം ചൈനീസ് താരം വിജയിച്ചു. 3ാമത്തെ ഗെയിം ഗുകേഷും വിജയിച്ചു. പിന്നീട് നടന്ന 6 ഗെയിമുകളും സമനിലയിൽ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ പൊതുവെ കാണികൾക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെ ഒരു നിരാശ വന്നു തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായുള്ള സമനിലകൾ കാരണം. അപ്പോൾ ഇന്നലെ നിലവിലുള്ള 1ാം റാങ്കുകാരനായ മാഗ്നസ് കാൾസൺ, നമുക്കറിയാം നിലവിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി അദ്ദേഹമാണ് 1ാം റാങ്കിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെസ്സിലെ എലോ റേറ്റിംഗ് പോയിൻ്റ് ഉള്ളത് അദ്ദേഹത്തിനാണ്. 2835 പോയിൻ്റൊക്കെ ഉണ്ട്. 2013 മുതൽ 2023 വരെ അദ്ദേഹമായിരുന്നു ലോക ചെസ് ചാമ്പ്യൻ. വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം ചാമ്പ്യനായത്. 2023 അദ്ദേഹം മോട്ടിവേഷൻ കുറവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ചൈനക്കാരൻ ചാമ്പ്യനായത്. അപ്പോൾ അതവിടെ കട്ടെ. അതിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ കളി കുറച്ച് വിരസമായി തുടങ്ങിയിട്ടുണ്ട്. ഗുകേഷിന് ഇനി ഇതിൽ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ്. കാരണം ഇനി 5 ഗെയിമാണ് ബാക്കിയുള്ളത്. ആ 5 ഗെയിമിൽ ചൈനീസ് താരത്തിനായിരിക്കും 3 ഗെയിമിലും വെള്ളക്കരിക്കൾ. ഗുകേഷിന് 2 ഗെയിമുകളിൽ മാത്രമേ വെള്ളക്കരിക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നീക്കം കിട്ടുന്ന ആൾക്ക് കുറച്ച് മേധാവിത്വം ഉണ്ടാവും ചെസ്സിൽ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഗുകേഷിൻ്റെ അവസരമൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ 50-50 നിൽക്കുന്നതെന്നാണ് മാഗ്നസ് കാൾസൺ പറഞ്ഞത്. അത് മറ്റ് പല ചെസ് താരങ്ങളുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.